ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മുടെ QR മൈക്ക് എന്ന ചാനലിൽ ഇപ്പം 128 വീഡിയോസ് നമ്മളിപ്പം ഫുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് എനിവേ ഒരുപാട് സന്തോഷമുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഗൈസ് ഇന്നത്തെ വീഡിയോ ഗൈസ് ഇന്നാണ് +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഗൈസ് ഇന്ന് 19-ാം തീയതി ഞാൻ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടാണ്. ഗൈസ് ഇന്ന് +1 ഗൈസ് ഞാൻ VHS ഗൈസ് ക്ലാസ് തുടങ്ങി ജൂൺ 19 വ്യാഴാണ് കേസ്. ഇന്ന് വൈകുന്നേരം വന്നു. 27 വെള്ളിയാഴ്ച ആയിരുന്നു. 27-ാം തീയതി നമ്മുടെ മോഹൻലാലിൻ്റെ കണ്ണപ്പ റിലീസ് കേസ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കേസിന് മുമ്പ് നരിവേട്ട കാണാം കേസ്. എ ഡേ ഔട്ട് വിത്ത് മൈ അമ്മ എന്ന് പറഞ്ഞ വ്ളോഗിൽ ഞാൻ നരിവേട്ട കണ്ടിറങ്ങുന്നത് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും കേസ്. അന്നേരം ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു കേസ്. നരിവേട്ടൻ്റെ റിവ്യൂ ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേസ്. നരിവേട്ടൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേസ്. നരിവേട്ടൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് കേസ്. പക്ഷേ വ്യസന സമേതം ബന്ധുമിത്രാദികളും ഞാൻ കണ്ടു കേസ്. പക്ഷേ അല്ല ആ വീഡിയോ കണ്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അന്നേരം ഞാൻ ആ വ്യസന സമേതം ബന്ധുമിത്രാദികളും നരിവേട്ട് ഞാൻ കണ്ടു. വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം കേസ്. ഇത് നരിവേട്ടൻ്റെ റിവ്യൂ ആണ് കേസ്. നരിവേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി പടം കേസ്. ടോവിനോ തോമസ് ചേരനും എൻ്റെ അമ്മ ചേരനെല്ലാം നമ്മളതിനകത്ത് കാണും. ഒരു വില്ലനെ എങ്ങനെയാണോ അത് അച്ചടി അത് വെച്ചടി എല്ലാ സീനിലും നമ്മൾ ചേരാൻ വില്ലൻ. എൻ്റെ അമ്മ അതൊക്കെ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല കേസ്. അടിപൊളി വില്ലനാട്ടോ. അതിനകത്ത് പോലീസായിട്ടാണ് ചേരാൻ. അതുപോലെ തന്നെ ടോവിനോ തോമസിൻ്റെ ഒരു പോലീസാണ്, സുരാജ് ഏട്ടൻ്റെ ഒരു പോലീസാണ്. പിന്നെ വേടൻ്റെ പാട് കേസ്. ലാസ്റ്റ് പടം കഴിഞ്ഞ് നമ്മൾ ഇമോഷനിൽ നിൽക്കുമ്പോൾ ലാസ്റ്റ് എന്താ പറയുക പാട്ട് വരുമ്പോൾ വേടൻ്റെ പാട്ട് വന്നപ്പോൾ നമ്മളെല്ലാം പവറായി കേസ്. അങ്ങനെയാണ് ലാസ്റ്റ് അങ്ങനെയാണ് കേസ്. പിന്നെ ഇൻ്റർവെൽ വരെ ഫസ്റ്റ് ഹാഫ് എല്ലാം അടിപൊളിയായിരുന്നു കേസ്. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി ടെററായി കേസ്. നമ്മളെ മോഹൻലാലിൻ്റെ തുടരും അങ്ങനെയല്ലേ. ഫസ്റ്റ് ഹാഫ് നല്ല നോർമൽ ഒരു ഫാമിലി ഡ്രാമയായി പോകും. സെക്കൻഡ് ഹാഫ് അടിമുടി മാറുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഫാമിലി ഡ്രാമയായി പോകുന്നില്ല. ചെറിയ ഇങ്ങനെ കുടുംബത്തിൻ്റെ ചെറിയ ഇതെല്ലാം വിഷമങ്ങളും പൈസേൻ്റെ കഷ്ടപ്പാടും അതെല്ലാം കാണിക്കുന്നുണ്ടാവും ഇതിനവിടെ. ലാസ്റ്റ് നല്ല ഫസ്റ്റ് ഹാഫ് കഴിയാനാകുമ്പോൾ ഈ പോലീസുകാർ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് ഇങ്ങനെ പോകുന്നതും അന്നേരം തൊട്ട് വേറെ ലെവൽ. കാട്ടിലത്തെ ഈ കാട്ടുവാസികൾ എന്ന് പറയാൻ പറ്റില്ല, കാട്ടിൽ വസിക്കുന്ന കുറേ ആൾക്കാരും പോലീസുകാരും കൂടിയിട്ടാണ് ഗൈസ്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ പടം നരിവേട്ട. ഫസ്റ്റ് ഹാഫ് ഓക്കെ ഗൈസ് അടിപൊളി നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ്. പക്ഷേ ഗൈസ് സെക്കൻഡ് ഹാഫ് അടിമുടി മാറി എന്ന് പറഞ്ഞാൽ അടിമുടി മാറി. പാട്ടും ബഹളും ഗൈസ്. മറ്റേ ആട് പൊന്മയിൽ എന്നാണ് ആട് പൊന്മയിൽ എന്ന പാട്ടുള്ള സെക്കൻഡ് ഹാഫില്ല ഗൈസ്. ആട് പൊന്മയിൽ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ നല്ല റിലാക്സ് ആണെങ്കിലും പക്ഷേ സീന് നമ്മൾ റിലാക്സ് പെടുത്തൂല. അടിപൊളി സീന വെട്ടും കുത്തും. ലാസ്റ്റ് ഫയർ എഞ്ചിനാ അല്ല ഹാസ്റ്റ് എന്നുള്ളതിന് പറയാൻ മറ്റേ പട്ടാൾക്കാരെ അതിന് ഹാസ്റ്റ് വന്ന് പിന്നെ ഫുൾ ഫൈറ്റ്. ഞാൻ അധികം പറഞ്ഞ സ്പോയിലർ ആവും ഗൈസ്. അതുകൊണ്ട് അധികം ഞാൻ പറയുന്നില്ല. നരിവേട്ട കണ്ടതിൻ്റെ എക്സൈറ്റഡ് ഞാനിപ്പോൾ എന്തെല്ലാം പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. എക്സൈറ്റഡില്ല ഞാൻ പറയുന്നത് ഗൈസ്. ആദ്യമായിട്ട് ഗൈസ് ഒരു പോലീസുകാരെ കഥ അത് നരിവേട്ട ഒരുമാതിരി ഗൈസ്. ഒരു എന്താ അറിയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ കണക്റ്റ് ആയിട്ടുണ്ട് ആ പടം. എന്താണെന്ന് അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഇത്രയാണ് നരിവേട്ടനെ കുറിച്ച് പറയാനുള്ളത് ഗൈസ്. നിങ്ങളെ അഭിപ്രായം താഴ്ക്കാൻ വേണ്ടിയാണ്. നരിവേട്ട കണ്ടവരെ എന്തായാലും താഴ്ക്കാൻ വേണ്ടിയാണ് ഗൈസ്. OTT എപ്പോൾ വരുമോ നമുക്ക് അറിയില്ല നരിവേട്ട. എന്നാലും OTT വന്നിട്ട് നമുക്ക് ഒന്നും കൂടി കാണണം ഗൈസ്. നരിവേട്ട നമുക്ക് ഒന്നും കൂടി കാണാൻ തോന്നുന്നു. അങ്ങനെയാണ് ഗൈസ് ആ പടം ഗൈസ്. പിന്നെ ജെയ്ക്സ് വിജയ് ആണ് ഗൈസ് മ്യൂസിക് ചെയ്തത്. വേടനാണ് ലാസ്റ്റത്തെ വേട എന്ന പാട്ടെല്ലാം വാടവേട പാട്ട് പാടിയത്. പിന്നെ അതിൻ്റെ അകത്ത് പാട്ടെല്ലാം അടിപൊളിയുണ്ട് ഗൈസ്. പാട്ടെല്ലാം ഇഷ്ടംമാതിരി ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു 4-5 പാട്ടെല്ലാം ഉണ്ട് ഗൈസ്. മറ്റേ ഇത് ആട് പൊന്മയിലെ വാടവേട. പിന്നെ മിന്നൽ വള ഗൈസ്. മിന്നൽ വളനെ കുറിച്ച് നമ്മൾ പറയണം ഗൈസ്. അടിപൊളി പാട്ടാണ് ഗൈസ്. സിദ് ശ്രീരാം അടിപൊളി ഗൈസ്. അതൊക്കെയാണ് നരിവേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഗൈസ്. നിങ്ങളെ അഭിപ്രായം തയ്ക്കാൻ വേണ്ടിയാണ് ഗൈസ്. വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ റിവ്യൂ അടുത്ത വീഡിയോ ആണ് ഗൈസ്. അടുത്ത വീഡിയോ എപ്പോഴാണ് വരുമെന്ന് പറയുന്നില്ല ഗൈസ്. ഈ വീഡിയോ തന്നെ ഞാൻ 19-ാം തീയതി ഷൂട്ട് ചെയ്യുന്നത്. ഇതിന് എപ്പോൾ ഇറങ്ങുമോ അത് എപ്പം ഇറക്കുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ വൈഫൈ അങ്ങനെ മഴയെല്ലാം കാരണം നമുക്ക് എന്തായാലും വീഡിയോ ഇടാൻ കഴിയില്ല. ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആകുന്നതിൻ്റെ കാരണം ഈ മഴ പെയ്യുന്നുണ്ട് ഗൈസ്. മഴ പെയ്യുമ്പോൾ വൈഫൈ കട്ടാവും. വൈഫൈ കട്ട് ചെയ്താൽ പിന്നെ എനിക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എൻ്റെ നെറ്റിനെ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയിലും ചില വ്ളോഗെല്ലാം വരുന്നില്ല. അതെല്ലാം എൻ്റെ നെറ്റിനെ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ലേറ്റ് ആവുന്നത് ഗൈസ്. അല്ലെങ്കിൽ കൃത്യം 6 മണിക്കാണ് എൻ്റെ വീഡിയോ വരുന്നത് ഗൈസ്. ഇപ്പം പുറത്ത് നല്ല മഴ കേട്ടോ. നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ക്വാളിറ്റി കുറക്കും. എന്തായാലും എൻ്റെ ശബ്ദം മാത്രം കേൾക്കാൻ വേണ്ടി മഴേൻ്റെ ശബ്ദം കുറക്കാം
നല്ല മഴ കേസ്. ഇപ്പം ചെറുങ്ങനെ കുറഞ്ഞതേ ഉള്ളൂ. നേരത്തെ നല്ല മഴ കേസ്. ഇപ്പം സമയം വൈകുന്നേരമായി കേസ്, 6 മണിയായി. ഈ വീഡിയോ എന്തായാലും 6 മണിക്ക് അപ്ലോഡ് ചെയ്യണം. പക്ഷേ ഇന്നല്ല, ഇനി എപ്പോഴെങ്കിലായിട്ട് 6 മണിക്ക് അപ്ലോഡ് ചെയ്യണം. അതാണ് എൻ്റെ ഉദ്ദേശം. അന്നേരം വ്യസന സമയത്ത് ബന്ധുമിത്രതി കൊണ്ട് റിവ്യൂ അടുത്ത വീഡിയോയിലാണ് കേസ്. പിന്നെ ഹൊറർ വീഡിയോ റിയാക്ഷൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. അത് എപ്പോഴെങ്കിലായിട്ട് വരും കേസ്. അത് ചെറുതായിട്ട് ഒരു പണി പറ്റിയിട്ടുണ്ട് ആ വീഡിയോയിൽ. അതെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഇതെല്ലാം എടുത്തു. അതിൻ്റെ 2 ക്ലിപ്പ് ഞാൻ വെക്കുമ്പോഴത്തേക്ക്, അല്ല 2 വീഡിയോസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഫുൾ ഡിലീറ്റ് ആയി. എന്നുവെച്ചാൽ ഞാൻ എടുത്ത് വെച്ച വീഡിയോ അല്ല, ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഞാൻ രണ്ടാമത് എടുത്തിട്ട് ഞാനിതിപ്പം ഡൗൺലോഡ് ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട് കേസ്. ഓല കേസ് അത് എൻ്റെ ഫോണിലുള്ള, ഞാൻ ഫോണിലല്ലേ വ്ളോഗ് ചെയ്യുന്നത് കേസ്. അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു 15 മിനിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കൺവേർട്ട് ചെയ്തിട്ട് വേണം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ. അത് ഈ വീഡിയോ 1 മിനിറ്റ് എന്തായാലും ഞാൻ ഇടും. അതിനിടയ്ക്ക് ഞാൻ ഇടുന്നില്ല എന്തായാലും. പിന്നെ വേറെ വ്ളോഗ്, പിന്നെ ഗൈസ് ലൈഫ് ഈസ് സിനിമാറ്റിക് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചു ഗൈസ്. അത് അടിപൊളിയാവും എന്ന ഫിലിം ഫ്രെയിം ചെയ്തതാണ് ഗൈസ്. ലൈഫ് ഈസ് സിനിമാറ്റിക്. അത് എന്തായാലും നാളെയോ മറ്റന്നാളായിട്ടും, നാളെ മറ്റന്നാളല്ല, ഒരു 20-ാം തീയതി എന്തായാലും അടുത്ത ആഴ്ച എന്തായാലും ആ വീഡിയോ ഇടുന്നതാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ എത്തുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ഗൈസ്. വ്യസന സമയത്ത് ബന്ധുമിത്രങ്ങളിൽ നാളെ അല്ല, നാളെ അല്ല, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുക അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.